Hi everyone, welcome to Biology online class. We are going to discuss about Zoology chapter Human Reproduction. Reproduction is an important process without which species cannot survive for long. In lower classes, we have already studied that there are two types of reproduction, sexual reproduction and asexual reproduction. You know that humans are sexually reproducing organisms and they are viviparous. So here we are going to discuss about how reproduction occurs in human beings. Events of human reproduction. Human reproductionന്റെ ഡിഫറെൻറ്റ് ഈവൻസ് ആണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഗാമറ്റോജനസിസ്, ദാറ്റ് മീൻസ് ഫോർമേഷൻ ഓഫ് ഗാമേറ്റ്സ്. ഗാമേറ്റ്സ് എന്ന് പറഞ്ഞാൽ മെയിൽ ഗാമറ്റ് സ്പേം, ഫീമെയിൽ ഗാമറ്റ് ഓവം. സെക്കൻഡ് വൺ ഇൻസെമിനേഷൻ, ട്രാൻസ്ഫർ ഓഫ് മെയിൽ ഗാമറ്റ് ടു ഫീമെയിൽ ബോഡി. ഫീമെയിൽ ബോഡിയിലേക്ക് മെയിൽ ഗാമറ്റ് സ്പേം ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സാണ് ഇൻസെമിനേഷൻ ത്രൂ സെക്ഷൽ കോണ്ടാക്ട്. 3. Fertilization, that is fusion of sperm and ovum. Formation of zygote, after that development of blastocyst. Next, implantation, attachment of blastocyst to uterus. Blastocyst uterusil attach ചെയ്യുന്ന പ്രോസസ്സാണ് implantation. Next one, gestation, development period of the embryo. Embryo grow ചെയ്യുന്ന പീരീഡാണ് gestation period. അത് കഴിഞ്ഞ് ലാസ്റ്റ് സ്റ്റെപ്പ് parturition, that is delivery of the baby. So first we can study about male reproductive system. Which are the parts of male reproductive system? It includes a pair of testes, accessory ducts, accessory glands and external genitalia. First part, testis. Testis produce the male gamete sperm. Sperm produce ചെയ്യുന്നത് ടെസ്റ്റിസിലാണ് and it is located outside the abdominal cavity within a pouch called scrotum. സ്ക്രോട്ടം എന്ന് പറയുന്ന ഒരു പൗച്ചിനകത്താണ് ടെസ്റ്റിസ് ലൊക്കേറ്റ് ചെയ്യുന്നുള്ളത്. ഇൻസൈഡ് ദ ടെസ്റ്റിസ് ദർ ആർ കമ്പാർട്ട്മെൻറ്റ്സ് കോൾഡ് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ്. ടെസ്റ്റിസിനകത്ത് കാണുന്ന അറൗണ്ട് 250 കമ്പാർട്ട്മെൻറ്റ്സിന് പറയുന്ന പേരാണ് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ്. ഈ കമ്പാർട്ട്മെൻറ്റ്സിനകത്ത് സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഉണ്ട്. സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ ഇടയിലായി കാണുന്ന സ്പേസിനെയാണ് ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസസ് എന്ന് പറയുക. So inside the seminiferous tubules there are two types of cells, male germ cells, otherwise spermatogonia, and Sertoli cells. Male germ cells in the function എന്ന് പറഞ്ഞാൽ it is undergoing meiosis and produce the sperms. Sertoli cells providing nutrition to the male germ cells. Male germ cells അല്ലെങ്കിൽ സ്പെർമറ്റോഗോണിയക്ക് ആവശ്യമായ ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് സെർട്ടോളി സെൽസ് ആണ്. നെക്സ്റ്റ്, ഇൻഡർസ്റ്റീഷ്യൽ സ്പേസസിൽ കാണുന്ന ഒരു സെല്ലാണ് ഇൻഡർസ്റ്റീഷ്യൽ സെൽ അല്ലെങ്കിൽ ലേഡിക് സെൽ. ഇറ്റ് പ്രൊഡ്യൂസ് ദ മെയിൽ ഹോർമോൺ ആൻഡ്രോജൻസ്. ആൻഡ്രോജൻ ഒരു എക്സാമ്പിളാണ് ടെസ്റ്റോസ്റ്റിറോൺ. ഇൻഡർസ്റ്റീഷ്യൽ സ്പേസസിൽ ഈ ലേഡിക് സെല്ല് കൂടാതെ സ്മോൾ ബ്ലഡ് വെസൽസ് ആർ ദെയർ ആൻഡ് ഓൾസോ അതർ ഇമ്യൂണോളജിക്കലി കോമ്പീറ്റൻറ്റ് സെൽസ് ആർ ഓൾസോ ദെയർ. ദിസ് ഈസ് ദ സെക്ഷണൽ വ്യൂ ഓഫ് സെമിനിഫറസ് ട്യൂബ്യൂൾസ്. ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ male germ cells are there, Sertoli cells are there, Leydig cells are there. So this is the male germ cells or spermatogonia, and you can see here Sertoli cells. Spermatozoa means sperm. We have seen that testis is located inside a pouch called a scrotum. Then what is the need of this scrotum, or why it is located outside male body? എന്തിനാണ് സ്ക്രോട്ടം എന്ന് നോക്കാം. That is for maintaining low temperature of testis, 2 to 2.5 degrees Celsius lower than the body temperature, which is necessary for the production of sperms. അതായത് സ്പേം പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ ടെമ്പറേച്ചർ കുറവായിരിക്കണം, നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനേക്കാളും കുറവായിരിക്കണം. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ ടെമ്പറേച്ചറിൽ സ്പേം പ്രൊഡക്ഷൻ നടക്കില്ല. സോ 37 ഡിഗ്രി സെൽഷ്യസിനേക്കാളും 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കുറവായ മാത്രമാണ് സ്പേം പ്രൊഡക്ഷൻ നടക്കുക. അതിനു വേണ്ടിയാണ് സ്ക്രോട്ടം മെയിൽ ബോഡീൻ്റെ പുറത്ത് ലൊക്കേറ്റ് ചെയ്യുന്നുള്ളത്. ദാറ്റ് ഈസ് ഫോർ മെയിൻറ്റെയിനിങ് ദ ലോ ടെമ്പറേച്ചർ. സോ സ്ക്രോട്ടത്തിൻ്റെ ടെമ്പറേച്ചർ ബോഡി ടെമ്പറേച്ചറിനേക്കാളും 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് കുറവാണ്. നെക്സ്റ്റ് വൺ, അസസറി ഡക്ട്സ്. ഏതൊക്കെയാണ് അസസറി ഡക്ട്സ്? ദേ ആർ റെറ്റിടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, epididymis and vas deferens. Next one, accessory glands. There are 3 types of accessory glands in male reproductive system. ഏതൊക്കെയാണ്? സെമിനൽ വെസിക്കിൾ, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ്.
ഈ 3 ഗ്ലാൻസും പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്രീഷനെ ടുഗെദർ ആയിട്ട് പറയുന്ന വേർഡാണ് സെമിനൽ പ്ലാസ്മ. സോ സെമിനൽ പ്ലാസ്മ എന്ന് പറഞ്ഞാൽ സെക്രീഷൻസ് ഓഫ് 3 glands ടുഗെദർ കോൾഡ് സെമിനൽ പ്ലാസ്മ. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് ഫ്രക്ടോസ്, കാൽഷ്യം ആൻഡ് സർട്ടൻ എൻസൈംസ്. ഇതിനകത്ത് ഫ്രക്ടോസ് ഈസ് ദെയർ, കാൽഷ്യം ഈസ് ദെയർ ആൻഡ് ഓൾസോ കണ്ടെയ്ൻ സം എൻസൈംസ്. ഇനി ഇതിൽ ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? helps in the lubrication of penis, that is external genitalia. Next one, external genitalia, also called penis. It helps in insemination. Insemination means it is the transfer of male gamete sperm into female reproductive system through sexual contact. ഇനി ഇതിൽ ഗ്ലാൻസ് പെനിസ് എന്ന് പറഞ്ഞാൽ enlarged end of the penis is called glans penis. And foreskin means it is the loose fold of skin that cover the glans penis. ഗ്ലാൻസ് പെനിസിന് കവർ ചെയ്ത് കാണുന്ന ലൂസ് ഫോൾഡ് ഓഫ് സ്കിന്നിനെയാണ് എന്ത് പറയുക? ഫോർ സ്കിൻ എന്ന് പറയുക. സോ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഫിഗർ ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ യു ക്യാൻ സീ ഹിയർ എ പെയർ ഓഫ് ടെസ്റ്റിസ്. ഇൻസൈഡ് ദ ടെസ്റ്റിസ് ടെസ്റ്റിക്കുലർ ലോബ്യൂൾസ് ആർ ദെയർ. ഇൻസൈഡ് ദ ടെസ്റ്റിക്കുലർ ലോബ്യൂൾസ് വി ക്യാൻ സീ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ആൻഡ് മെനി അതർ സെൽസ്. സോ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ആണ് സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുക. അതിനുശേഷം സ്പേംസ് ഈ ഡക്റ്റിലൂടെ മൂവ് ചെയ്യും. റെറ്റി ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, എപ്പിഡിഡിമിസ്, വാസ് ഡിഫറൻസ്. നെക്സ്റ്റ് ഇറ്റ് റീച്ചസ് വെയർ യുറിത്ര ആൻഡ് ഫൈനലി യുറിത്രൽ മീറ്റസ് വഴി പുറത്തേക്ക് റിലീസ് ചെയ്യപ്പെടും. യു ക്യാൻ സീ ഗ്ലാൻസ് പെനിസ് ആൻഡ് ഫോർസ്കിൻ ഹിയർ. വി ക്യാൻ സീ ഗ്ലാൻസ് ഓൾസോ ഹിയർ, സെമിനൽ വെസിക്കിൾ, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, ബൾബോ യുറിത്രൽ ഗ്ലാൻഡ്. അങ്ങനെയാണെങ്കിൽ പാത്ത് ഓഫ് മൂവ്മെൻറ്റ് ഓഫ് സ്പേം എന്ന് പറയുന്നത് ഫ്രം സെമിനിഫറസ് ട്യൂബ്യൂൾസ്, റെറ്റി ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, എപ്പിഡിഡിമിസ്, വാസ് ഡിഫറൻസ്, യുറിത്ര, യുറിത്രൽ മീറ്റസ്. Urethral meatus means it is the external opening of penis. Next one, female reproductive system. Female reproductive system includes a pair of ovaries, accessory duct, external genitalia and mammary gland. This is the diagrammatic figure of female reproductive system. So you can see here a pair of ovaries and this part is called ducts, accessory ducts. Okay, let's discuss this in detail. First part, a pair of ovaries. Ovaries produce the female gamete, ovum. Female gamete ovum produce ചെയ്യുന്നത് ovaries ആണ്. They are located on each side of the lower abdomen. Lower abdomenൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് ovaries locate ചെയ്യുന്നുള്ളത്. And it is covered by a thin epithelium which encloses the ovarian stroma. The stroma is divided into an outer cortex and inner medulla. So in this figure you can see here this is the outermost covering of ovary. That is covered by thin epithelium and inside this whole portion is called ovarian stroma. ഈ ovarian സ്ട്രോമയ്ക്ക് രണ്ട് പാർട്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഔട്ടർ കോർട്ടെക്സ് റീജിയൻ ആൻഡ് ഇന്നർ മെഡുല്ല റീജിയൻ. നെക്സ്റ്റ്, accessory ducts. There are 3 accessory ducts in female reproductive system. First one, fallopian tube, also called oviduct, uterus or womb and vagina. So fallopian tubeൻ്റെ പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻഫണ്ടിബുലം, ഫിംബ്രിയ, ആംപുല, ഇസ്തമസ്. ഈ പാർട്സ് ഒന്നിച്ചാണ് ഫെലോപ്പിയൻ ട്യൂബ് എന്ന് പറയാം. ഫെലോപ്പിയൻ ട്യൂബിൽ വെച്ചാണ് ഫെർട്ടിലൈസേഷൻ നടക്കുക. സോ ലെറ്റ്സ് ഡിസ്കസ് ഈച്ച് പാർട്ട് ഇൻ ഡീറ്റെയിൽ. ദാറ്റ് ഈസ്, ഇൻഫണ്ടിബുലം മീൻസ് ഇറ്റ് ഈസ് ദ ഫണൽ ഷേപ്ഡ് പാർട്ട് ക്ലോസർ ടു ദ ovary. ഫിംബ്രിയ മീൻസ് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഓഫ് ഇൻഫണ്ടിബുലം. ഇറ്റ് കളക്ട്സ് ഓവം. സോ ഓവറി ഓവം പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കളക്ട് ചെയ്യുന്നത് ഫിംബ്രിയ ആണ്. Next one, ampulla. That means wider part of the oviduct is called ampulla. Isthmus എന്ന് പറയുന്നത് ലാസ്റ്റ് പാർട്ടാണ്. ഇറ്റ് ജോയിൻസ് ദ യൂട്രസ്. നെക്സ്റ്റ് accessory duct, uterus, also called womb. It is large, inverted, pear shaped. അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് പിയർ പോലെയാണ്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, ഇറ്റ് ഹെൽപ്സ് ഇൻ ഡെവലപ്മെൻറ്റ് ഓഫ് എംബ്രിയോ. എംബ്രിയോൻ്റെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നുള്ളത് യൂട്രസ് ആണ്. സോ ദർ ആർ 3 ലെയേഴ്സ് ഇൻ യൂട്രസ്: പെരിമെട്രിയം, മയോമെട്രിയം, എൻഡോമെട്രിയം. പെരിമെട്രിയം എന്ന് പറയുന്നത് ഔട്ടർ മോസ്റ്റ് ലെയർ, മയോമെട്രിയം മിഡിൽ ലെയർ, എൻഡോമെട്രിയം ഇന്നർ ലെയർ. പെരിമെട്രിയം ഈസ് ആക്ടിങ് ആസ് എ കവറിംഗ് ഫോർ യൂട്രസ്. മയോമെട്രിയം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അണ്ടർഗോയിങ് സ്ട്രോങ് കോൺട്രാക്ഷൻ ഡ്യൂറിങ് ഡെലിവറി ഓഫ് ദ ബേബി. ഡെലിവറി സമയത്ത് സ്ട്രോങ് കോൺട്രാക്ഷൻ നടന്ന് ഡെലിവറിക്ക് ഹെൽപ്പ് ചെയ്യുന്നുള്ളത് ഏത് ലെയറാണ്? മയോമെട്രിയം. ആൻഡ് നെക്സ്റ്റ് വൺ, എൻഡോമെട്രിയം. ഇറ്റ് ഈസ് അണ്ടർഗോയിങ് സൈക്ലിക് ചേഞ്ചസ് ഡ്യൂറിങ് മെൻസ്ട്രൽ സൈക്കിൾ. മന്ത്ലി മെൻസ്ട്രൽ സൈക്കിൾ നടക്കുന്ന സമയത്ത് ചേഞ്ചസ് നടക്കുന്നുള്ളത് ഏത് ലെയറിലാണ്? ഇൻസൈഡ് ദ, ദാറ്റ് ഈസ് ഇൻ ദ എൻഡോമെട്രിയം. നെക്സ്റ്റ് accessory duct is vagina. So it is a large elastic and muscular
tube. Next one, female external genitalia. It is formed by a group of tissues like mons pubis. Mons pubis എന്ന് പറഞ്ഞാൽ fatty tissue covered by skin and some hair. Labia majora, it is a fleshy tissue. Labia minora, paired fold of tissue. Clitoris, that is small finger-like structures seen above the urethral opening in the case of female. And hymen, the membrane that is covering the vagina. ഇതിൽ ഹൈമൻ എന്ന് പറയുന്നുള്ളത് ഒരു സോഫ്റ്റ് മെംബ്രെയിൻ ആണ്. ദിസ് ഹൈമൻ ഈസ് ഓഫൻ ടോൺ ഡ്യൂറിങ് ദ ഫസ്റ്റ് ക്വൈറ്റസ്. ക്വൈറ്റസ് മീൻസ് സെക്ഷൽ കോണ്ടാക്ട്. ഓർ ഇറ്റ് ക്യാൻ ഓൾസോ ബി ബ്രോക്കൺ ബൈ എ സഡൻ ഫോൾ ഓർ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇൻ സം സ്പോർട്സ് ലൈക്ക് ഹോഴ്സ് ബാക്ക് റൈഡിങ്, സൈക്ലിംഗ് എക്സെട്ര. അപ്പോൾ ഇങ്ങനെയുള്ള സ്പോർട്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഹൈമന് ബ്രേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ഇൻ സം കേസസ് ദ ഹൈമൻ ഈവൻ പെർസിസ്റ്റ് even after coitus, even after sexual contact. So the presence or absence of hymen is not an indicator of virginity. Next one, mammary gland. Mammary gland contains many lobes called mammary lobes. Mammary lobes contain cluster of cells called mammary alveoli. Mammary alveoli ആണ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതും സ്റ്റോർ ചെയ്യുന്നുള്ളതും. ഓക്കെ, നെക്സ്റ്റ് mammary alveoli open into mammary tubules. Each mammary tubule join and form mammary duct. Several mammary duct join and form mammary ampulla, which is connected to lactiferous duct. Lactiferous duct വഴിയാണ് മിൽക്ക് പുറത്തേക്ക് റിലീസ് ചെയ്യുന്നുള്ളത്. സോ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഒന്നുകൂടി അനലൈസ് ചെയ്യാം. ദാറ്റ് ഈസ് യു ക്യാൻ സീ ഹിയർ എ പെയർ ഓഫ് ഓവറീസ് ആൻഡ് fallopian tube or oviduct is here. Fallopian tube or oviduct is formed by isthmus, ampulla and infundibulum. ഇതിൽ ആംപുലറി ഇസ്തമിക് ജംഗ്ഷനിലാണ് ഫെർട്ടിലൈസേഷൻ നടക്കുക. ഫിംബ്രിയ ഇസ് ദേ ആൻഡ് യൂട്രസിൻ്റെ 3 ലെയേഴ്സ് കാണാം. പെരിമെട്രിയം, മയോമെട്രിയം, എൻഡോമെട്രിയം. ആൻഡ് യു ക്യാൻ സീ ഹിയർ സെർവിക്സ്. സെർവിക്സിൻ്റെ കനാലിനെയാണ് സെർവിക്കൽ കനാൽ എന്ന് പറയുക. ആൻഡ് യു ക്യാൻ സീ ഹിയർ വജൈന. ഇനി ഇതിൽ ബർത്ത് കനാൽ എന്ന് പറയുന്നുള്ളത് സെർവിക്കൽ കനാലും വജൈനയും കൂടി ചേർന്നാണ് ബർത്ത് കനാൽ ഫോം ചെയ്യുക.